നമ്മൾ പലരും അനുഭവപ്പെടുന്നതും അധികം കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ലോ ബാക്ക് പെയിൻ. ലോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന ആദ്യമായി കൂടുതൽ കണ്ടുവരുന്നത് ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ മൂലമാണ്. ലംബാർ സ്പോണ്ടൈലോസിസ് നമ്മുടെ നട്ടലിൽ ചുരുങ്ങി അല്ലെങ്കിൽ അതിൽ തേയ്മാനം വരുമ്പോൾ അതുമൂലം നമ്മുടെ നടുവിന് വരുന്ന ഒരു വേദന കാരണമാണ് ലംബാർ സ്പോണ്ടൈലോസിസ്. അടുത്തായി കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ലംബാർ സ്പോണ്ടൈലോലിസ്റ്റിസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനത്തെ അവസ്ഥയിൽ വരുമ്പോൾ നമ്മുടെ നട്ടലിന്റെ പൊസിഷൻ ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അതുമൂലം വരുന്ന ഒരു നടുവേദനയാണ് ലംബാർ സ്പോണ്ടൈലോലിസ്റ്റിസിസ്. പിന്നെ ചിലപ്പോൾ കണ്ടുവരുന്നതാണ് IVDP അല്ലെങ്കിൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. നമ്മുടെ നട്ടലിന്റെ ഇടയ്ക്കുള്ള ഡിസ്ക് പൊസിഷൻ മാറി അകത്തോട്ട് തള്ളുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഒരു നടുവേദനയാണ് IVDP അല്ലെങ്കിൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. പിന്നെ വരുന്നത് മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ. മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ പല കാരണങ്ങൾ കൊണ്ടാവാം. മസിൽ ഇംബാലൻസ് കൊണ്ടാവാം, പൊസിഷൻ അല്ലെങ്കിൽ പോസ്റ്ററിന്റെ ഒരു പ്രശ്നം കൊണ്ടാവാം. അങ്ങനെ വരുമ്പോഴുള്ള നട്ടലിന്റെ നടുവേദനയാണ് മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ. ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലോ ബാക്ക് പെയിൻ നമ്മൾ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അഡ്വാൻസ് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി. അതുമൂലം നമ്മുടെ നട്ടലിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുകയും അതിലേക്കുള്ള രക്ത ഓട്ടം അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ആവുകയും അതുമൂലം പെയിനിൽ നിന്ന് റിലീഫ് അല്ലെങ്കിൽ പെയിൻ കുറവായി ഫീൽ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ റോയൽ മെഡിക്കൽ സെന്ററിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.